ഗുഡ് ബാഡ് അഗ്ലിയുടെ വമ്പൻ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പ് നിർമ്മാതാക്കൾ ഒരു ഫൺ മാർക്സ് ട്രെയിലർ പുറത്തിറക്കിയിരുന്നു. അതിലെ പഴയ സിനിമാ പരാമർശങ്ങളും അജിത് കുമാറിന്റെ ഗാനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. അത് ഫാൻസിന് ആവശ്യമായ ഊർജ്ജം നൽകി. ട്രെയിലർ വാഗ്ദാനം ചെയ്തത് ചിത്രം പാലിച്ചോ? നമുക്ക് നോക്കാം. മുംബൈയിലെ അജയനായ ഗുണ്ടാ സംഘത്തിലെ റെഡ് ഡ്രാഗൺ എന്ന കഥാപാത്രത്തെയാണ് എ അജിത് കുമാർ അവതരിപ്പിക്കുന്നത്. ഭാര്യ രമ്യ തൃഷ അവരുടെ മകൻ വിഹാന് ജന്മം നൽകുമ്പോൾ കുഞ്ഞിനെ തൊടാൻ അവർ വിഹാൻ അനുവദിക്കുന്നില്ല. എല്ലാ തെറ്റുകളും തിരുത്താനും റെഡ് ഡ്രാഗൺ അല്ലാതെ അജിത് കുമാറായി കാണാനും നിർദ്ദേശിക്കുന്നു. എ സംബന്ധിച്ചിടത്തോളം കുടുംബമാണ് ഏറ്റവും പ്രധാനം. തന്റെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ച് പോലീസിന് കീഴടങ്ങി 18 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കാൻ സമ്മതിക്കുന്നു. എന്നിരുന്നാലും ഇപ്പോൾ സ്പെയിനിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ വിഹാൻ കുഴപ്പത്തിലാകുന്നു. അവർ വീണ്ടും ഒന്നിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ഈ നിർഭാഗ്യകരമായ സംഭവത്തിൽ രമ്യ രോഷാകുലിയാകുന്നു. കുടുംബത്തെ വീണ്ടും അപകടത്തിലാക്കിയതിന് അവൾ എ കുറ്റപ്പെടുത്തുന്നു. കുടുംബത്തെ രക്ഷിക്കാൻ റെഡ് ഡ്രാഗൺ തിരിച്ചുവരുമോ? വിഹാൻ അറസ്റ്റിലായതിന് പിന്നിൽ ആരാണ്? എക്കെതിരായ തന്ത്രമായിരുന്നു ഇത്? അടുത്ത 2 മണിക്കൂറും 20 മിനിറ്റും കൊണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും. 2023 ഏറ്റവും ആസ്വാദ്യകരമായ ചിത്രങ്ങളിലൊന്നായി മാറിയ മാർക്ക് ആന്റണി എന്ന വിചിത്രവും കൗതുകകരവുമായ ചിത്രത്തിന്റെ റിലീസിന് ശേഷം സംവിധായകൻ ആദിത്യ രവിചന്ദ്രൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഗുഡ് ബാഡ് അഗ്ലി അജിത് കുമാർ മാർക്ക് ആന്റണിയെ കണ്ടുമുട്ടിയാലോ? ട്രെയിലർ നൽകിയ വികാരമാണിത്. എന്നിരുന്നാലും മാർക്ക് ആന്റണിയിലെ ആദിത്യന് അനുകൂലമായി പ്രവർത്തിച്ചത് ഗുഡ് ബാഡ് അഗ്ലിയിൽ അദ്ദേഹത്തിന് പ്രതികൂലമായി പ്രവർത്തിച്ചു. അജിത്തിന്റെ സ്വയം പ്രഖ്യാപിത ആരാധകനായതിനാൽ ഗുഡ് ബാഡ് അഗ്ലി തനിക്കുള്ള ഒരു ആരാധക സേവനമാണെന്ന് ആദിക്ക് വ്യക്തമായിരുന്നു. അത് ആദ്യ ഫ്രെയിം മുതൽ പോസ്റ്റ് ക്രെഡിറ്റ് രംഗം വരെ. പക്ഷേ കഥയുടെ കാര്യത്തിൽ അത് ഫലപ്രദമായിരുന്നോ? ഇല്ല എന്ന് പറയാം. പഴയ സിനിമാ റെഫറൻസുകളിലൂടെയും 90കളിലെ ഗാനങ്ങളിലൂടെയും ബുദ്ധിപൂർവ്വം നൊസ്റ്റാൾജിയ സിനിമ ഉണർത്തുന്നു. പക്ഷേ അമിതമായാൽ അത് മടുപ്പിക്കുന്നതായി മാറുന്നു. മാർക്ക് ആന്റണിയിൽ ആദിക്ക ഫോർമുല നന്നായി അവതരിപ്പിച്ചു. പക്ഷേ ഗുഡ് ബാഡ് അഗ്ലിയിൽ അത്തരം റെഫറൻസുകൾ നിറഞ്ഞിരിക്കുന്നു. അത് അമിത അളവിലേക്ക് മാറുന്നു. സിനിമയിലുടനീളം സന്തോഷിപ്പിക്കുന്നതിന് പകരം നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു അനാവശ്യ റൈം സ്കീം ഉണ്ട്. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ കഥയെയോ കഥാപാത്രങ്ങളെയോ കെട്ടിപ്പടുക്കുന്നതിന് പകരം എല്ലാ എലിവേഷൻ സീക്വൻസുകളും സ്ലോമോ ഷോട്ടുകളും നിർബന്ധിതമായി തോന്നുന്നു. അജിത്തിന്റെ പഴയ സിനിമകളെയോ അദ്ദേഹത്തിന്റെ ഓൺ സ്ക്രീൻ വ്യക്തിത്വത്തെയോ കുറിച്ചുള്ള പരാമർശങ്ങൾ സിനിമയിൽ നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ മാത്രമല്ല മറ്റെല്ലാ കഥാപാത്രങ്ങളും ഒന്നിനു പുറകെ ഒന്നായി സംഭാഷണങ്ങൾ ഉച്ചരിക്കുന്നു. വാട്സാപ്പ് സ്റ്റാറ്റസുകൾ പരിശോധിക്കുകയാണോ അതോ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ അഭിനയിക്കുന്ന ഒരു സിനിമ കാണുകയാണോ എന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പം തോന്നും. ഇടവേളയ്ക്ക് മുമ്പുള്ള സമയത്താണ് കഥ ആരംഭിക്കുന്നത്. തുടർന്ന് സ്ക്രീനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാതെ ഇരിക്കേണ്ട ഒരു സവാരിയാണിത്. ഉത്തരൂപ ഇളമൈ ഇതോ അല്ലെങ്കിൽ തൊട്ട് പെസും സുൽത്താന എന്നീ നിത്യഹരിത ഗാനങ്ങളുടെ ഉപയോഗം ഹ്രസ്വകാല കയ്യടികൾ ഉണർത്തിയേക്കാം. പക്ഷേ അവ കഥയ്ക്ക് ഒരു മാറ്റവും വരുത്തുന്നില്ല. അത് വലിയൊരു മാറ്റമാണ് വരുത്തുന്നത്. ഗുഡ് ബാഡ് അഗ്ലി എന്ന കഥയുമായി ഈ പരാമർശങ്ങൾ ഒത്തുചേർന്നിരുന്നെങ്കിൽ ബാഡ് ബോയ് അജിത് കുമാർ സ്ക്രീൻ ഭരിക്കുന്ന ഒരു ഭ്രാന്തൻ സവാരിയാകുമായിരുന്നു. ചിത്രത്തിന്റെ 2ാം പകുതിയിലാണ് ആദിക്ക് തന്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രസകരമായ ചില ആക്ഷൻ രംഗങ്ങളും കഥാപാത്രങ്ങളുടെ വെളിപ്പെടുത്തലുകളും അതോടൊപ്പം സിമ്രാൻ അതിഥിവേഷം, വാലിയുടെ പുനഃസമാഗം, ലേസ യിലേക്കുള്ള തിരിച്ചുവരവ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. അജിത് കുമാർ എന്ന നടൻ സ്ക്രീനിൽ കൊണ്ടുവന്ന ധൈര്യമില്ലാത്ത ഒരു നേർത്ത കഥയാണ് കഥയുടെ ഇതിവൃത്തം. ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം, പ്രത്യേകിച്ച് ഗ്യാങ്സ്റ്റർ ഭാഗം, മങ്കാത്തയുടെ വൈബുകൾ തിരികെ കൊണ്ടുവന്നു. എന്നിരുന്നാൽ രമ്യയുമായുള്ള വൈകാരിക രംഗങ്ങൾ സ്ക്രീനിലെ കഥാപാത്രങ്ങളെ നമുക്ക് അനുഭവപ്പെടുത്താൻ കഴിയാത്തത്ര അകലെയാണ്. റെഡ് ഡ്രാഗൺ അജയമാണെങ്കിലും കഥാപാത്രത്തിന് ബോധ്യപ്പെടുത്തുന്ന ഒരു പശ്ചാത്തല കഥ നമുക്ക് ലഭിക്കുന്നില്ല. എയുടെയും രമ്യയുടെയും ബന്ധത്തിനും ഇതുതന്നെയാണ് ബാധകം. അർജുൻ ദാസിനും ഒരു ശക്തമായ വേഷം ലഭിക്കുന്നു. ഇടവേളയിൽ ഒരു വലിയ വെളിപ്പെടുത്തൽ അജിത് കുമാറിനെ കുറിച്ചുള്ള ഒരു കഥയിൽ ചില സാധ്യതകൾ കാണിക്കുന്നു. പ്രസന്ന, പ്രഭു, പ്രിയ വാര്യർ, സുനിൽ യോഗി ബാബു, റെഡിൻ കിങ്സ്ലി എന്നിവർ മറക്കാനാവാത്ത വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഗുഡ് ബാഡ് അഗ്ലി എന്നത് നിങ്ങൾ ഫാൻബോയ് സംഭവം എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഒരു കടുത്ത അജിത് കുമാർ ആരാധകനാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു വിരുന്നായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു ചെറിയ കഥയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും. എല്ലാം അതിരുകടന്നതാണ്. സംഭാഷണമായാലും രംഗങ്ങളായാലും. ഇടവേളയിലെത്തുമ്പോഴേക്കും ഒഴുക്കിനൊപ്പം പോകാൻ നിങ്ങൾ മനസ്സിലാക്കും അതിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോഴാണ് ഗുഡ് ബാഡ് അഗ്ലി രസകരമാകുന്നത്.